കണക്കുകൾ ശരിയല്ല. അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറയുന്ന കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണു നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. ട്രഷറർ പറഞ്ഞു ഞാനതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലന്മാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഉണ്ടാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എന്റെ കമ്മിറ്റി എന്ന് പറയില്ല, ഞാനൊരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാവും അന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളുമില്ലല്ലോ കുറ്റാരോപിതർ. ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്ക് മുന്നേറുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രമേഷ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്.